എല്ലാവർക്കും നമസ്കാരം. ഗീതാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇരുമ്പൻ പുളിയിട്ട് ചെറിയ മത്തി പറ്റിക്കുന്നതാണ്. സാധാരണ ചെറിയ മീനുകളും കൊച്ചുമത്തിയും പറ്റിക്കുമ്പോൾ കുടംപുളിയും മാങ്ങയൊക്കെയാണ് ഉപയോഗിക്കാറ്. അതിന് പകരം ഇന്ന് ഞാൻ ഇരുമ്പൻ പുളിയിട്ടാണ് മത്തി പറ്റിക്കാൻ പോകുന്നത്. ഇരുമ്പൻ പുളി അഥവാ കൊഞ്ചുപുളി എന്നും ചില നാടുകളിൽ ഇതിനെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഞ്ചുപുളി എന്നാണ് പറയുന്നത്. സാധാരണ ഞാൻ ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്. ഇതിനകത്ത് ഞാൻ കാന്താരി മുളകാണ് ഇടുന്നത്. കാന്താരി മുളക് ഇട്ട് മീൻ പറ്റിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളക് ചേർക്കുന്നത്. കാന്താരി മുളക് കിട്ടുന്നില്ലെങ്കിൽ സാധാരണ പച്ചമുളകാണേലും ചേർത്താൽ മതി. 4-5 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ചട്ടിയിൽ 3/4 കിലോ മത്തി വെട്ടി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇരുമ്പൻ പുളി 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 25ഓളം കാന്താരി മുളക്, 1/2 കപ്പ് തേങ്ങ തിരുമിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. 8 കഷ്ണം ഉള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 3 തണ്ട് കരിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത് ഇതിൻ്റെ ചെറിയ പുളിയാണ്. ഇതിൽ വലിയ പുളിയൊക്കെ ഞാൻ അച്ചാറിടാനാണ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെറിയ പുളി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ കഷ്ണങ്ങൾ നമുക്ക് മീൻ പറ്റിക്കുന്നതിനകത്ത് ചേർത്ത് കൊടുക്കുക. അതിനാണ് ഞാൻ ചെറിയ പുളി ചേർക്കുന്നത്. ഇപ്പം വലിയ പുളിക്കാവുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. 25 കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. 8 കഷ്ണം ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ചതച്ച പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ. എടുത്തു വെച്ച മത്തിയിലേക്ക് 1 കപ്പ് ഇരുമ്പൻ പുളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചതച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന 3 തണ്ട് കരിവേപ്പിലയുടെ ഇല അടർത്തി തണ്ടും കൂടി മുറിച്ച് ഇട്ട് കൊടുക്കാം. ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ഉലുവാപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിയും ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും 1 നുള്ള് ഉലുവാപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ കത്തിച്ചു കൊടുക്കാം. ഇത് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുത്ത് അടപ്പ് അടച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. വെള്ളം പറ്റുന്ന വരെയെങ്കിലും ഇത് പറ്റിച്ച് കൊടുക്കണം. ഗ്യാസും ഞാൻ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഇപ്പം തന്നെ ചോറിനാൻ തോന്നുന്നു. നിങ്ങൾക്കോ? എനിക്ക് വായിലാണെങ്കിൽ ഇത് വെള്ളം വരുന്നു. അപ്പം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അടച്ചു വെച്ച് നമ്മൾ പറ്റിച്ച് കൊണ്ടിരിക്കുമ്പോൾ അടപ്പൊന്ന് മാറ്റി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അടിക്ക് പിടിക്കാനുള്ള ചാൻസ് വരും. അപ്പോൾ ആ വെള്ളമൊക്കെ പറ്റുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. മത്തി വറ്റിച്ചതും ചോറും കൂടി നന്നായി ഇളക്കി
അതിലെ പുളിയും കാന്താരിയും പീരയും ഒരു കഷ്ണം മീനും കൂടി ഒരു പിടി അങ്ങോട്ടൊന്ന് കഴിച്ചേ. ആഹാ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.